പിന്നെ SPയിൽ വാങ്ങുന്ന ഒന്നാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. അത് ഈ വർഷവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. ഒരു യാത്ര നമ്മൾ എല്ലാവരും പോകാറുണ്ട്. ആ ഒരു യാത്രയ്ക്ക് ഈ പ്രാവശ്യം നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ചെറിയ യാത്ര പിന്നെ നമ്മൾ വയനാട് പോയി അവിടെ നമുക്ക് ട്രെയിനിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര പോയത് കൊണ്ട് ഇനിയിപ്പോൾ ഈ തിരക്കിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് വേണ്ട എന്നൊരു നിർദ്ദേശപ്രകാരമാണ് അവിടെ. പക്ഷെ ആരിവിടുന്ന് പോയാലും ഈ ഒരു സന്നദ്ധ സംഘടന ഇവിടെ നിലനിൽക്കണമെന്ന് അങ്ങേയറ്റം വേണമെന്ന് വയ്ക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ You seem to easily forget how to place your bet. When every day life gets you down, you gotta steal the crown. Got to കാരണം നമ്മുടെ ഒരുപാട് ഞങ്ങൾ മാറ്റി മറിച്ചും ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം ചെലവഴിക്കും. ഗ്യാപ്പിന്റെ ഡിസൈനിങ്, കളറിങ് എല്ലാം ലഹരി മാഫിയ പിടികൂടുകയാണ്. നമ്മളെ സ്കൂളിനെ ലക്ഷ്യമാക്കി, ക്യാമ്പസ് ലക്ഷ്യമാക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇൻഫോം ചെയ്ത് തരാനുള്ള ഗ്രൂപ്പിൽ, നമ്മുടെ സ്കൂൾ പ്രൊഫഷൻ ഗ്രൂപ്പിൽ, സ്കൂളിൽ ക്ലാസ്സിൽ വരാതെ മുന്നിൽ നടക്കുന്ന കുട്ടികളുടെ റിപ്പോർട്ട് SPC നൽകേണ്ടത്, പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ SPCയുടെ ലക്ഷ്യങ്ങളാണ്. ഡിസിപ്ലിൻ മസ്റ്റാണ്. ഏത് സ്ഥാപനം അതിന്റെ ഡിസിപ്ലിനും ആണ് രക്ഷിതാക്കൾ ആ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള ഡിസിപ്ലിൻ വരികയാണെങ്കിൽ നാളെ നമ്മുടെ പൊതുസമൂഹം പാരന്റ്സ് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഡിസിപ്ലിന് യാതൊരു കോംപ്രമൈസ് ഇല്ല എന്ന് പറയാൻ കാരണം അത് നിയന്ത്രിച്ചത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിരന്തരമായ ഒരു പ്രവർത്തനമാണ് SPGയുടെ. അത് പലപ്പോഴും നടക്കാതെ പോകുന്നവരാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, കുട്ടികൾ കുറച്ചും കൂടി ഇതിന് മുന്നോട്ട് വരേണ്ടതാണ് അല്ലേ മാഷെ? കുറച്ച് ആൺകുട്ടികളുണ്ട്, പക്ഷെ ഭൂരിഭാഗവും 90% പെൺകുട്ടികളാണ്. ആൺകുട്ടികളും സന്തോഷം അല്ലെ, നല്ല അച്ഛനത്തോടു കൂടി കരുത്തുള്ള കുട്ടികളാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെയും ആ കരുത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച മാത്രമല്ല ഈ ഒരു ടീമിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്കൊക്കെ ഇങ്ങനൊരു ടീമാണ് ഇവിടെ. അതെപ്പോഴും എന്നെ മുന്നോട്ട് നൽകി സാക്ഷരതാ പാട്ടുകളൊക്കെ ഞാൻ ക്ലാസ്സിൽ പാട്ടും കഥയും കവിതയൊക്കെ ആകുമ്പോൾ സമയം എന്തായാലും നല്ല ഉറങ്ങിയിരിക്കുകയാണല്ലോ. നമ്മൾ ഉറങ്ങല്ല വേണ്ടത്, നല്ല ഉള്ളിൽ ഉള്ളുമായി അല്ലെ മക്കള് നല്ലൊരു യൂണിഫോമിൽ കാണാൻ. ഇപ്പൊ നിങ്ങളെ ഫോളോ ചെയ്തിട്ട് കമ്പനിയിലെ കുട്ടികളുണ്ട്. ഇതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. എല്ലാവർക്കും പുസ്തകങ്ങളും ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ വലിയ നിങ്ങളിവിടെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും